എല്ലാ പെയിനും ലേബർ പെയിൻ അല്ല. എങ്ങനെയാണ് നമുക്കൊരു യഥാർത്ഥ ലേബർ പെയിൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു പൂർണ്ണ ഗർഭകാലം എന്നാൽ 40 ആഴ്ചയാണ്. അതിൽ 37 ആഴ്ചയ്ക്ക് ശേഷം ഡെലിവറി ആകുന്നതിന് നമ്മൾ നോർമൽ വജൈനൽ ഡെലിവറി എന്ന് പറയും. ചില സെൻറ്റേഴ്സിൽ ഏകദേശം 41 മുതൽ 42 ആഴ്ച വരെ അവർ വെയിറ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ. നമ്മുടെ സെൻറ്ററിൽ ഏകദേശം 40 ആഴ്ചയോളമാണ് നമ്മൾ മാക്സിമം ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യാറുള്ളൂ. അതിൽ ഏകദേശം ഒരു 50% ആൾക്കാർക്ക് തന്നെ 38 ആഴ്ചയാകുമ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസവവേദന തുടങ്ങാം. സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസവവേദന തുടങ്ങാത്ത കേസസിൽ ചിലപ്പോൾ ഒരു 39 ആഴ്ച 40 ആഴ്ച ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടും ചിലപ്പോൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമുക്ക് ലേബർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻസ് ആവശ്യകത വരാം. അതൊന്ന് പ്രോസ്റ്റഗ്ലാൻഡിൻ ടാബ്ലറ്റ്, അത് ടാബ്ലറ്റ് രൂപേണ കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ജെല്ല് രൂപേണ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുകയോ ചെയ്യും. അതോടുകൂടി ലേബർ ഇൻഡ്യൂസ്ഡ് ആവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള പ്രഗ്നൻസി ഹോർമോൺ ഓക്സിറ്റോസിൻ്റെ സിന്തറ്റിക് അനലോഗ് അവൈലബിൾ ആണ്. അത് ഡ്രിപ്പ് രൂപേണ കൊടുക്കുകയോ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബുകളുണ്ട്, ഫോളീസ് ഇൻഡക്ഷൻ പോലെ. ഈ രീതിയിലുള്ള ഇൻഡക്ഷൻ മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് പെയിൻ വരുന്നത്. ഇനീഷ്യലി ഒരു 5 സെക്കൻഡ് പെയിൻ വരും, പിന്നെ ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പ് കാണും, പിന്നെ അത് 10-15 സെക്കൻഡ് പെയിൻ വരും, പിന്നെ അതൊരു 15 to 20 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ വരും. അങ്ങനെ ഇൻ്റർവെല്ലിൽ കൂടി വരുന്ന പെയിൻ, പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിവയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പെയിൻ കൂടി വരികയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടതാണ്. മറ്റൊന്നാണ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് വരിക. കുഞ്ഞിന് ചുറ്റുമുള്ള ഗർഭസഞ്ചി റപ്ചർ ആവുകയും അതിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യും. അത് കുറച്ച് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ചിലപ്പം ഒരു പൂൾ ഓഫ് ലിക്വിഡ് നമ്മുടെ ഡ്രസ്സിനെ നനയ്ക്കുന്ന രീതിയിൽ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് ആയിരിക്കാം, സ്പോട്ടിങ് ആയിരിക്കാം, ഈവൻ ഒരു പിങ്കിഷ് ഡിസ്ചാർജ് ആയിരിക്കാം. 37 ആഴ്ചയ്ക്ക് ശേഷം ഇതിലേതെങ്കിലും കാണുകൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുക.